പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. കണ്ണിമാങ്ങ, ഇത് കണ്ണിമാങ്ങയല്ല, ഇച്ചിരി വലിപ്പം, എന്നാലും നാടൻ മാങ്ങ കണ്ണിമാങ്ങ തന്നെയാണ്. അപ്പം ശരിക്കും പറയാൻ ഇതിനും കൂടെ കുറച്ചും കൂടി ചെറുതാണ് കണ്ണിമാങ്ങയ്ക്ക് ഏറ്റവും ഉത്തമമായത്. പക്ഷെ നമുക്ക് ഇച്ചിരി വലിപ്പം കൂടി പോയി. എന്നിരുന്നാലും കണ്ണിമാങ്ങ അച്ചാർ ഇടുന്ന നാടൻ ട്രഡീഷണൽ ആയിട്ട് ഇടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നല്ല വൃത്തിയായിട്ട് കണ്ണിമാങ്ങ കഴുകി തുടച്ച് നെട്ടോടുകൂടി മുറിച്ച് ഉപ്പ് ചേർത്ത് നല്ല കൃത്യമായി തുടച്ച് ഉപ്പ് ചേർത്ത് 2-3 ആഴ്ച മുമ്പ് ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, ഉപ്പിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ല ശുദ്ധമായിട്ട് മാങ്ങ ചുറ്റി ഇതാണ്ടാകും. ചുരുങ്ങി മാങ്ങ ചുരുങ്ങി പിന്നെ നമുക്ക് അച്ചാറിടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി, സാധാരണ നമ്മുടെ നാടൻ മുളക് പൊടി, അതുകൂടാതെ നമ്മുടെ കായം പൊടിച്ചത്, കടുക് ചെറുതായിട്ട് പൊടിക്കാവുള്ളൂ, ഒരുപാട് പൊടിക്കരുത്. ഒന്ന് വയ്യൊന്ന് ഈ പരിപ്പ് വരാൻ പാകത്തിന്, അതുകൂടാതെ ഉലുവ പൊടിച്ചത്, പിന്നെ വാഴയില, നല്ല ക്ലിയറായിട്ടുള്ള വൃത്തിയുള്ള ഒരു വെള്ളത്തിന്. പ്രിയമുള്ളവരെ, നമുക്ക് ഉപയോഗിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ വെള്ളത്തിന് ഈ വെള്ളം, ഈ മാങ്ങയുടെ വെള്ളം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങയുടെ വെള്ളം മാത്രം എല്ലാ മണവും കാര്യങ്ങൾക്കും നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാങ്ങയുടെ വെള്ളത്തിൽ ചെയ്തെടുക്കണം. അതിന് ഈ മാങ്ങയുടെ വെള്ളം നമ്മൾ അടിച്ചെടുക്കണം. വെള്ളം കഴിച്ചെടുത്തു. അടുത്ത നമ്മുടെ രണ്ടാം ഘട്ടം, നമുക്ക് അടുപ്പ് കത്തിക്കണം. നമുക്കൊരു പാത്രം, ഒരു ഉരുളി, നമ്മുടെ നല്ലെണ്ണ, നമ്മുടെ ശുദ്ധമായ നല്ലെണ്ണ വേണം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ മാത്രമേ നമുക്ക് ഒഴിക്കാവുള്ളൂ. ചൂടായി നമുക്ക് കാണാൻ കഴിയും. നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുണ്ടിയിലേക്ക് തരാം. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഉരുളിയിലെ എണ്ണ ചൂടായി വന്നു. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളക് പൊടിയും
ഇനി നമ്മുടെ മാങ്ങയെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തെറിക്കാതെ നമുക്ക് ഇടണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് നമുക്കിതിനകത്തേക്ക് ചെയ്യേണ്ടത് നമ്മൾ പരിപ്പായിട്ട് മാറ്റി വെച്ചിരിക്കണം. നല്ല കണ്ണിമാങ്ങയുടെ മണവും കാര്യങ്ങളൊക്കെ ഇങ്ങ് പുറത്തോട്ട് വന്ന് ഈ നമ്മുടെ പരിപ്പ് ഇതാണ് കണ്ണിമാങ്ങയുടെ ഏറ്റവും അതിൻ്റെ ഒരു പരിശുദ്ധയുടെ ഏറ്റവും നല്ല ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങയുടെ ഈ പരിപ്പ്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിമാങ്ങയുടെ ഏറ്റവും ശുദ്ധമായ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കടുകിൻ്റെ പരിപ്പ് നമുക്ക് കുറച്ച് മതി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കുറച്ച് ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് നമ്മുടെ ഈ ഉപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കൃത്യമായിട്ട് ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ നേരത്തേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് ഇളക്കി കൊടുക്കാം. ഏറ്റവും കണ്ണിമാങ്ങയുടെ ആ ടേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നല്ല എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറ് പരമ്പരാഗതമായിട്ട് പഴയ മുത്തശ്ശിമാരും ഒക്കെ അറിയാം. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അവർക്കൊക്കെ അറിയാം. ഈ കണ്ണിമാങ്ങയുടെയൊക്കെ സീസൺ കാലഘട്ടത്തിൽ ഇതുപോലെ ഉണ്ടാക്കി വലിയ ജാറുകളിലും ഭരണികളിലും ഒക്കെ ശേഖരിച്ച് മഴക്കാലം ഒക്കെ കാലഘട്ടത്തിലൊക്കെ 5-6 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ണിമാങ്ങയുടെ ആ ഭരണി അങ്ങ് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലായിടത്തും ആ കണ്ണിമാങ്ങാച്ചാറിൻ്റെ ഭരണി പൊട്ടിച്ചു എന്ന് എല്ലാവർക്കും അറിയാൻ പാകത്തിനുള്ള വളരെ നല്ല സ്മെല്ല് ഇതിൻ്റെ പുറത്തോട്ട് വരും. അത്ര ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ശരിക്കും നമ്മുടെ ഭരണിയൊക്കെ നമ്മുടെ ഈ നല്ല ഇതുപോലെയുള്ള നല്ല ഈ മൺഭരണികളിലൊക്കെയാണ് പണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. വലിയ മൺഭരണികളിലൊക്കെ നമ്മുടെ ചില്ലുകുപ്പി തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പം ഇനി അത് നമുക്ക് ഈ ചില്ലുകുപ്പി തന്നെ വെള്ളമൊന്നും പറ്റാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ചില്ല് ഈ ഭരണിയിൽ തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമ്മുടെ ഈ മാങ്ങ തണുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് ജാറിലേക്ക് മാറ്റണം. ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത്
ഇത് നമ്മുടെ ഒരു വാഴയില വാട്ടി നല്ല ശുദ്ധമായ നമ്മുടെ നല്ലെണ്ണ ഇതിൽ ഇങ്ങനെ പറ്റണം. ഇത് നമ്മുടെ കണ്ണിമാങ്ങയുടെ ഭാഗം വരുന്ന അണ്ടിയിലേക്ക് വയ്ക്കുന്ന ഭാഗം, കണ്ണിമാങ്ങയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തടവി കൊടുക്കണം. നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഇത് അകത്തേക്ക് നമുക്ക് ഇറക്കി വെച്ചെടുക്കാം. ഇറക്കി അപ്പം നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാറ്റിനെ അവിടെ അടച്ച് വെക്കാം. ഫാറ്റിനെ അടച്ച് ഇത് നമുക്ക് തുടച്ച് വൃത്തിയായിട്ട് ടൈറ്റിൽ തുടച്ച് നല്ല വൃത്തിയാക്കി നമ്മൾ തുടച്ച് മുകളൊക്കെ ക്ലിയർ ചെയ്താണ്. നമ്മുടെ വെള്ളത്തുണി, ഒരു നല്ല വെള്ളത്തുണി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു വെള്ളത്തുണി അതിൻ്റെ മുകളിൽ ഇട്ട് നമുക്ക് കെട്ടി കൊടുക്കണം. വലിപ്പം വേണ്ടാന്നാണ്. പിരിച്ച് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇത് നമുക്ക് നല്ലൊരു വെള്ളത്തിൽ ഇങ്ങനെ മൂടിയിട്ട് കെട്ടി കൊടുക്കാം. നമ്മുടെ കണ്ണിമാങ്ങയുടെ പരിപാടി തീർന്ന്, കുറച്ചാണ് ഞങ്ങൾ ഇട്ടേക്കണേ. ഇനി നമുക്ക് ഒരു 3-4-5 മാസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായി ശുദ്ധമായ കണ്ണിമാങ്ങ അച്ചാർ സൂപ്പറായി റെഡിയായി. ഓക്കെ.